ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 11-ാം ദിനം. സങ്കീർത്തകന്റെ പുസ്തകം 119:7 സങ്കീർത്തകൻ പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള പലതും ഉപേക്ഷിച്ച് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകാം, ദുരിതമുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. എന്നാൽ നോമ്പുകാലം എന്ന് പറയുന്നത് കഷ്ടതയുടെയോ ദുരിതത്തിന്റെയോ അല്ല, മറിച്ച് നമ്മെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് സങ്കീർത്തനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പറയാം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്ന്. എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയണം, നോമ്പുകാലം എന്നത് ഊർജം പകരുന്ന കാലമാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നോമ്പുകാലം ക്ഷീണത്തിന്റെ കാലമല്ല, മറിച്ച് ഒരു വാട്ടലിന്റെ കാലമാണ്. ഉദാഹരണമായി, ഒരമ്മ തന്റെ മകന് പൊതിച്ചോറ് കൊടുക്കണം. അതിനായി അവൾ ആദ്യമായി ഒരു വാഴയില എടുത്തുകൊണ്ടുവന്ന് തീയിൽ വാട്ടും. എന്നിട്ട് അതിൽ ചോറ് പൊതിയും. ആ ഇല പൊട്ടിപ്പോകാതിരിക്കുവാനാണ് അപ്രകാരം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതം പൊട്ടിപ്പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് വാട്ടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വഴങ്ങാത്ത ശരീരവും വഴങ്ങാത്ത മനസ്സും വാട്ടിയെടുക്കുവാനുള്ള പുണ്യദിനങ്ങളാണ് നോമ്പിന്റെ ദിനങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതശൈലികളും ജീവിത സാഹചര്യങ്ങളും ഒന്ന് വാട്ടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയില്ലേ? നമ്മുടെ ജീവിതത്തെ ഒന്ന് വാട്ടിയെടുത്തുകൊണ്ട് ജീവിതത്തെ ആത്മവിശദീകരണത്തിലുള്ള ദിനങ്ങളാണ് നോമ്പിന്റെ ദിനങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ മറക്കരുത് സങ്കീർത്തനം 119:7. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. സ്തുതിയായിരിക്കട്ടെ.